നമസ്കാരം കേട്ടോ, ജയനാണേ. അപ്പൊ നമ്മൾ ഇന്ന് കഞ്ഞിപ്പാടത്ത് തന്നെയാണുള്ളത് കേട്ടോ. കല്യാണ പരിപാടികളൊക്കെ ആയിട്ട് വന്നതാണ്. ഇതിപ്പോ എന്തായാലും രാവിലെ ഒരു ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വെറുതെ ഇറങ്ങി കേട്ടോ. വലവേശം കണ്ടപ്പോൾ ഒരു സീൻ എടുക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വലവേശലും കാര്യങ്ങളൊക്കെ കണ്ടു കിടക്കാണ്. ആൾക്കാർ രാവിലെ മീൻ പിടിക്കുന്നുണ്ട്. അതിലെ മത്തി, കൂര, കാരി, കടമക്കളിയും കൂരി, കരിമീൻ ഇതൊന്നും ഇല്ലെങ്കിലും നത്തോലിനെ കിട്ടുന്നുണ്ട് അവർക്ക്. ഇടയ്ക്ക് ഒരു സിലോപ്പി അടിക്കുന്നുണ്ട് കേട്ടോ, വലയിൽ കയറുന്നുണ്ട്. അപ്പൊ അവർ രാവിലെ എല്ലാവരും തന്നെ ഈ ഒരു ലൈൻലി റോഡ് സൈഡിൽ നിറച്ച് വലക്കാരാട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഗ്യാപ്പിൽ ഫുൾ വലക്കാരാണ്. എന്തായാലും നമ്മൾ ഈ ഹോണ്ട സിറ്റി കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാം. 30,000 കിലോമീറ്റർ കഴിഞ്ഞ ഒരു ഹോണ്ട സിറ്റിയുടെ റിവ്യൂ ആണുള്ളത്. നമ്മുടെ കൂടെയുള്ള പയ്യൻ്റെ കല്യാണത്തിന് ഓടാൻ വന്ന ഹോണ്ട സിറ്റി ആണ്. എന്നാലും 30,000 കിലോമീറ്റർ ഓടിയെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. യൂസറിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ ഓണർ നമ്മുടെ കൂടെയുണ്ട്. വാഹനത്തിൻ്റെ ഓണറും നമ്മുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്ത ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് അതിൻ്റെ വാഹനമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കഞ്ഞിപ്പാടത്ത് തന്നെയാണ്. കഞ്ഞിപ്പാടത്ത് വൈകുന്നേരം ഞായറാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിടക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാം കാലം നിറയെ മഴയാണ്. നമ്മൾ മഴ അറിഞ്ഞാണ് വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ വിടണം. നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കാം. നമ്മൾ വാഹനത്തിൻ്റെ ഓണർ ഇവിടെയുണ്ട്. അരുൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് നമ്മുടെ മണവാളൻ്റെ വീടിൻ്റെ വർക്ക് പോലും ചെയ്തത്. അതാണ് വീടിൻ്റെ ഒരു റിനോവേഷൻ വർക്കായിരുന്നു കേട്ടോ. ഒരു പഴയ വീടിൻ്റെ റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ രീതിയിൽ നമ്മൾ കൂടെ പറയാം. നല്ലൊരു രീതിയിൽ വീട് ഡിസൈൻ ചെയ്ത രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന് റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് വാഹനത്തിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ് വരുന്നത്. ബ്ലാക്കും ഒരു ബ്രഷ്ഡ് അലുമിനിയം എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേഡ് ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഇന്റീരിയറാണ് വന്നിരിക്കുന്നത്. നമുക്ക് AC വെന്റുകൾ പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ബലനയുടെ പോലെ തന്നെ ഒരു C ഷേപ്പിലുള്ള ഒരു ഗാർണിഷോട്ട് കൂടിയ ഒരു AC വെന്റുകളൊക്കെയാണ് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ അവിടെ നമുക്ക് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ AC കൺട്രോൾസ് എല്ലാം തന്നെ ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട ബലനോയിൽ പോലെ തന്നെ 7 ഇഞ്ചിന്റെ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്നത്, ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞവരെന്ന് പറഞ്ഞാൽ ഈ ഒരു പാനൽ ഈ ഒരു ഫുൾ ബ്ലാക്കിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു 7 ഇഞ്ചിന്റെ ആ സ്ക്രീൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. മറ്റേതൊരു ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈസിൽ ഫുള്ളായിട്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ സ്ക്രീൻ പോലെ തന്നെ ഇതിന് കാണുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു എടുപ്പുണ്ട് ഇതിനെ തന്നെ കാണാനായിട്ട്. ഇവിടെ നമുക്ക് ഹസാർഡ് സ്വിച്ചിന്റെ ഒരു സ്വിച്ച് വരുന്നു, ഹസാർഡ് ലൈറ്റ്സിന്റെ. ഇതിലേക്ക് വരുമ്പോൾ സെൻറ്ററിലെ 2 AC വെന്റുകൾ വരുന്നു. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾ എല്ലാം ടച്ചാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കാണാം. അതുപോലെ ബ്ലൂടൂത്തും അതുപോലെ തന്നെ USB പോർട്ട് അവിടെയുണ്ട്. അങ്ങനെയുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2 പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു USB വരുന്നുണ്ട്. ഇവിടെ താഴത്തായിട്ട് ഒരു USB പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ HDMI കേബിളിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡറുകൾ വരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു വളരെ തീരെ നൈസായിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന വാഹനങ്ങളെ കഴിഞ്ഞും ചെറുതായിട്ടുള്ള ഒരു ഗിയർ നോബാണ് കേട്ടോ വരുന്നത്. മാനുവൽ വാഹനമാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൽ ഇതൊരു അല്പം കൂടി ഉയർന്ന ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വേസ്റ്റ് ഇവിടെ വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ ആംറസ്റ്റ് വരുന്നുണ്ട്. ലെതറൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ചെറിയ ആംറസ്റ്റ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഒന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൺസോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് ഒരു ഡിജിറ്റൽ കൺസോൾ കാണാം. അതുപോലെ അനലോഗിൻ്റെ 2 കൺസോളുകൾ കാണാൻ പറ്റും. ഇതൊക്കെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ മൗണ്ടഡ് കൺട്രോൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോയിസ് കൺട്രോളും അതുപോലെ തന്നെ കോളിൻ്റെ സ്വിച്ചസും ഇവിടെ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നത്. ഇത് നമുക്ക് വാഹനത്തിന്റെ ഓണറിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ കഞ്ഞിപ്പാടത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് നോക്കാൻ കാണാം. അല്ലെ പുറത്ത് കായലിന്റെ വ്യൂ കാണാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതുകൊണ്ട് വാഹനത്തിന്റെ അകത്തേക്ക് കയറുന്നിട്ട് റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. വാഹനത്തിന്റെ ഓണർ കൂടെയുണ്ട്. എന്തായാലും മഴ പെയ്തുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അകത്ത് നിന്നുകൊണ്ട് റിവ്യൂ എടുക്കാം. വാഹനത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വാഹനത്തിന്റെ റിവ്യൂ ആണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഓണറുണ്ട്. ഇദ്ദേഹം അരുൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ബിൽനെക്സിലാണ് വർക്ക് ചെയ്യുന്നത്. കൊല്ലത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. ഇദ്ദേഹമാണ് ഈ നമ്മൾ ഈ പറയുന്ന കല്യാണ ചെറുക്കന്റെ വീടിന്റെ റിനോവേഷൻ ചെയ്ത ആളാണ്. നമ്മൾ ആ വീടിന്റെ ഒരു റിനോവേഷന്റെ ഒരു ഇതും കൂടെ നമ്മൾ കാണാൻ കേട്ടോ. മനോഹരമായി റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. പഴയൊരു വീടായിരുന്നു. അതിനെ റിനോവേറ്റ് ചെയ്തൊരു പുതുപുത്തൻ വീടിന്റെ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയ ഒരു മഹാനായ കലാകാരനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇദ്ദേഹത്ത് ചോദിക്കാം. കൂട്ടത്തിൽ നമുക്ക് ആദ്യം നമ്മൾ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വീടിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ വാഹനത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നാണ്. ഹോണ്ട ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി? ഏത് വർഷമാണ് വണ്ടി? 2018 36,666 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ബേസിക്കലി നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് നമുക്ക് ഹുണ്ടായുടെ സാൻഡ്രോ ആയിരുന്നു. അപ്പൊ സാൻഡ്രോയിൽ നിന്ന് അടുത്തൊരു അപ്ഡേഷൻ നമുക്ക് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബേസിക്കലി നമ്മൾ സാൻഡ്രോ തന്നെ, അതായത് ഹുണ്ടായി തന്നെ പ്രിഫർ ചെയ്തു. വെർണയിലേക്ക് പോയിരുന്നു. വെർണയും അതിന്റെ കൂട്ടത്തിൽ അസോസിയേഷൻ നമ്മൾ അടുത്തൊരു സെയിം ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നോക്കിയ സിറ്റി ആയിരുന്നു. അപ്പോൾ രണ്ടും നമുക്ക് ഒരു ഹാച്ച് ബാക്കിൽ നിന്ന് സെഡാൻ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ. അപ്പം ഓടിച്ചപ്പം 2 വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു.
അതിൽ ഏറ്റവും കൂടുതൽ കംഫോർട്ട് ഫീൽ ചെയ്തൊരു വണ്ടി ഹോണ്ട സിറ്റിയാണ്. വെർണയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം മീൻസ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷൻ, ഹോണ്ട സിറ്റിയുടെ സസ്പെൻഷൻ നോക്കുമ്പോൾ മറ്റു വണ്ടിയുടെ വെർണ വെച്ച് നോക്കുമ്പോൾ വെർണയ്ക്ക് കുറച്ചുകൂടി റിജിഡ് ആണ്. കാരണം നമുക്കൊരു കംഫോർട്ട് ഫീൽ കുറവുണ്ട്. പക്ഷെ ഇതിനാകുമ്പോൾ നല്ല കംഫോർട്ടാണ്, ഫുൾ നല്ല കംഫോർട്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എത്ര ലോങ് ഡിസ്റ്റൻസ് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്, അറൌണ്ട് 540 കിലോമീറ്റർ വൺ സൈഡ് സ്ട്രെച്ച് നമ്മൾ ചെന്നൈയിൽ പോയിട്ടുണ്ട്. ചെന്നൈ അല്ല, ആക്ച്വലി പറയാൻ നെയ്വേലിയിൽ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് അത് ക്രൂസ് കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ എവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും ചെന്നൈ റോഡുകളിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാട്ടിൽ നമുക്ക് നമ്മുടെ റോഡുകൾ വെച്ച് നോക്കുന്ന ക്രൂസ് കൺട്രോൾ ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ഫീച്ചർ ആണെന്ന് തന്നെ വേണേൽ പറയാം. ഹൈവേയിലാണെങ്കിൽ കയറിയാൽ പോലും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് ഉപയോഗം അവിടെ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എയർ ബാഗ് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് ആണല്ലോ. അതെ, ഡ്യുവലാണ് വരുന്നത്. ഈ മോഡലിന് ശേഷം വരുന്ന ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നതിനകത്തെല്ലാം 6 എയർ ബാഗ് ഉണ്ട്. എനിക്ക് അതിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല. ഇതിനകത്ത് നമുക്ക് വരുന്നില്ല. പിന്നീട് നമുക്ക് മൈലേജിന്റെ കാര്യങ്ങൾ, മെയിൻ ആൾക്കാർ വീഡിയോസ് നോക്കുന്ന പറയുന്നത് ഹോണ്ട സിറ്റിയുടെ മൈലേജ്, അതുപോലെ സർവീസ്. നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്കണോമിയാണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ 50 ലക്ഷത്തിന്റെ വണ്ടി മേടിച്ചാലും അതിന് മൈലേജ് എത്രയാവും എന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്കാരന്റെ ഒരു മെയിൻ അജണ്ട എന്ന്. അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റൻ അതാണ്, കിഡ്നി തെറ്റി എന്നുള്ള ഒരു ആഡ് പോലും നമ്മൾ ഹിന്ദിയിൽ കണ്ടിട്ടുണ്ട്. അത് എത്ര കിട്ടും എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. ഇതിന് മൈലേജ് എത്രയാണ്? ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമ്മളത് നമുക്ക് സെക്കൻഡറി വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ നമ്മള് ഉപയോഗിക്കുന്നത് ഇപ്പം ഫാമിലി ട്രിപ്പ്, ലോങ് ട്രിപ്പ് അങ്ങനെയൊക്കെ ഉള്ള യാത്രകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആവറേജ് ഞാനിപ്പം അങ്ങനെ മൈലേജ് നോക്കിയിട്ടില്ല, എങ്കിലും വിത്ത് AC നമ്മുടെ റോഡുകളിൽ അറൗണ്ട് ഏകദേശം ഒരു 12-10 എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ നോക്കുമ്പോ ഞാനിപ്പോ ട്രിപ്പ് ജസ്റ്റ് ചുമ്മാ ഈ ഒരു ട്രിപ്പിന്റെ കാണാൻ പറ്റും 10.6 മൈലേജ് കാണിക്കുന്നത്. ഫുൾ AC-യിലാണ് ഓടിയത്. നമ്മൾ മാരേജിന്റെ ഇതുകൂടെ ആയതുകൊണ്ട് നമ്മൾ ഫുൾ AC-യിലാണ് ഓടിയത്. ഇപ്പോൾ അറൗണ്ട് 305 കിലോമീറ്റർ ഓടിയപ്പോൾ അതിനകത്ത് 10.6 സംതിങ് ആവറേജ് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട സിറ്റി ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരാൾ ഈ മൈലേജ് എന്ന് പറഞ്ഞ പരിപാടി നോക്കാറില്ല എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കേണ്ട കാര്യമില്ല, നോക്കുകയുമില്ല. പക്ഷെ എന്നാലും എല്ലാവരും തന്നെ അറിയാൻ, ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ റിവ്യൂ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ റിവ്യൂ കേൾക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജ് അറിയുക, കോസ്റ്റ് അറിയുക, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് അറിയുക. അതായത് പോക്കറ്റിൽ നിന്ന് എത്ര പോകും എന്നുള്ളതാണല്ലോ മെയിനായിട്ട് ആൾക്കാരുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യങ്ങളാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളിൽ വരുന്നത്. സർവീസ് അതുപോലെ എങ്ങനെ, എത്ര കിലോമീറ്ററിലാണ് സർവീസ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് കമ്പനി സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസ് 1000 ചെയ്തു, പിന്നെ 10,000 ഇപ്പം റീസെന്റ് ചെയ്തിട്ട് ഇറക്കിയതാണ്. ഇപ്പൊ 30,000 നമ്മൾ ചെയ്തിട്ട് ഇറങ്ങിയത്. ഓരോ 10,000-ലാണ് കോസ്റ്റ് ഒരു 7,000. അതായത് മെയിൻ സർവീസിന് മാത്രം അറൌണ്ട് 5 to 7 നമ്മുടെ കോസ്റ്റ് നോർമൽ വരുന്നുണ്ട്. അതെ, അതിനകത്ത് ഇപ്പൊ പറയുന്നതിന്റെ തൊട്ട് ഓയിൽ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളും ബാക്കി എല്ലാ അപ്ഡേഷനിലും ഓയിൽ ചേഞ്ച് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിൽറ്ററുള്ള ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതെ, പെട്രോൾ ആണ്. അപ്പൊ അതനുസരിച്ച് ഡീസലിനെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറവാണ്. ഒരു 5,000 അറൗണ്ട് എന്ന് വെച്ചാൽ ഒരു 5 to 7 ആണ് നമ്മൾ ആവറേജ് ഒരു സർവീസ് കോസ്റ്റ് വരുന്നത്. ഇതാണ് കേട്ടോ കീ വരുന്നത്. അത് ഹോണ്ടയുടെ ലോഗോ ഒക്കെ ആയിട്ട് മനോഹരമായ ഒരു കീ വരുന്നു. കീലെസ് എൻട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കീയുടെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്വിച്ച് പോലെയുള്ള കീ ആണ് വരുന്നത്. കീലെസ് എൻട്രിയുടെ അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്സ് ഇവിടെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, മ്യൂസിക് കൺട്രോൾസ്, വോയിസ് കമാൻഡ്, അതുപോലെ കോൾ കൺട്രോൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഡോർ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ബ്ലാക്കും ബീജും കൂടെ ആയിട്ടുള്ള ഒരു ടോണിലാണ് ഇന്റീരിയർ അല്ലെങ്കിൽ ഡോർ പാനൽ കൊടുത്തിരിക്കുന്നത്. ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഡൗൺ ആയിട്ടുള്ള ഡ്രൈവർ സൈഡ് വിൻഡോയുടെ സ്വിച്ച് കാണും. അതുപോലെ പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ നമുക്ക് മിററിന്റെ കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ 4 സ്പീക്കറും 4 ട്യൂട്ടറോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് AC വെന്റുകളിൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആ സൈഡിൽ AC വെന്റുകൾക്ക് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഒരു ഫ്രണ്ടിലെ ആ ഒരു മ്യൂസിക് സിസ്റ്റവും എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് പാനലുകളെല്ലാം തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിന്റെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്ന് നമ്മൾ ആംറസ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയർ AC-യുടെ വെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 Type 4 ആയിട്ടുള്ള ഹോണ്ട സിറ്റിയാണ് ഈ വരുന്നത്. അതുപോലെ റെയർ ആയിട്ടുള്ള നമ്മുടെ ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോർ പാനലും ഫ്രണ്ടിലെ പോലെ തന്നെ ബ്ലാക്കും ബീജും കൂടെ ആയിട്ടുള്ള ഒരു വരുന്നു. ക്രോമിന്റെ ഹാൻഡിൽ വരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോറിൽ നിന്ന് കർവ് ചെയ്ത്
ആ ഒരു ബാക്കിലെ റെയർ സീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കട്ടിങ്, ഒരു സ്പേസ് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനോഹരമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആംറസ്റ്റ് ഉള്ള സ്പേസ് വരുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നു, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽറ്റിൻ ടൈപ്പാണ് വരുന്നത്. നമുക്ക് റേസ് ചെയ്യാവുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പക്ഷേ സീറ്റുകൾക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ശരിക്കും തന്നെ വരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ആംറസ്റ്റുകൾ എന്തായാലും മനോഹരമായിട്ട് ആ ലെതർ ഫിനിഷുള്ള സീറ്റിൽ ബീച്ച് കളറോടുകൂടി നല്ലൊരു ആംറസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും 2018 നെറ്റിപ്പട്ടം കിട്ടിയ ഹോണ്ട സിറ്റിയാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഓട്ടോ ആയിട്ടുള്ളതല്ല, നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന IRVM വരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ സൺവൈസറുകൾ വരുന്നു. ഇതിൽ വാനിറ്റി ഒന്നും വരുന്നില്ല. നമുക്ക് കോ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വാനിറ്റി മിററുകൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെൻറ്ററിൽ നമുക്ക് വരുമ്പോഴത്തേക്കും ലാമ്പുകൾ വരുന്നുണ്ട്. നമ്മൾ ബലനയിൽ കണ്ട പോലെ തന്നെ ആ സൈഡിലേക്ക് ഞെക്കുന്ന ആ ഒരു ടൈപ്പുള്ള ലാമ്പുകൾ വരുന്നു. അതുപോലെ തന്നെ റെയറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ഒരു റീഡിംഗ് ലാമ്പുകൾ റെയറിലും വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്റീരിയറിലെ കാര്യങ്ങൾ വരുന്നത്. ഹെഡ് റെസ്റ്റ് വരുന്നു, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റെയറിലെ ഹാൻഡിൽ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്റീരിയറിലെ കാര്യങ്ങൾ വരുന്നത്. എന്തായാലും സീറ്റുകൾ മനോഹരമായ നല്ല ഫിനിഷുള്ള ലെതറിൽ ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ V വേരിയന്റ് ആണ് വരുന്നത്. അതെ, V 3 വേരിയന്റ് ആണല്ലോ ഹോണ്ട സിറ്റിക്ക് വരുന്നത്. 3 വേരിയന്റ്, S, V, Z. പിന്നെ Z പ്ലസ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക് വേർഷൻ എന്ന് പറഞ്ഞാൽ Z പ്ലസ്. അത് ഹൈ എൻഡ് ആണ് ആ വേരിയന്റ് വരുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിയും ഇസഡും ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒരു സൺറൂഫ്, ഒരു അലോയ്. മീൻസ് ഇതിന് 4 അലോയേ ഉള്ളൂ. മറ്റേ വരുമ്പോഴത്തേന് സ്പെയർ വീലൂടെ ചേർത്ത് അലോയ് ആണ്. ഇതിന് ഡ്രം ആണ് വരുന്നത്. അതുപോലെ തന്നെ സൺറൂഫ്, ഇതിന് സൺറൂഫ് ഇല്ല. എയർ ബാഗ് വല്ലതും കൂടുതലുണ്ടോ? ഇല്ല. അതിലും ഡ്യുവൽ എയർ ബാഗ്. അന്നത്തെ മോഡൽ എനിക്ക് തോന്നുന്നു 2019-20 ശേഷമാണെന്ന് തോന്നുന്നു ഈ പറയും മാൻഡേറ്ററി ആയിട്ട് 6 എയർ ബാഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അന്നത്തെ കൺസെപ്റ്റ് 2 എയർ ബാഗ് ആണ്, ഡ്യുവൽ എയർ ബാഗ്. ഹോണ്ട സിറ്റിക്കാണ് ഡ്യുവൽ ഉണ്ട്. മറ്റേ ഇപ്പൊ ഞാനിപ്പോ സാൻഡ്രോ ഉപയോഗിച്ചപ്പോൾ സാൻഡ്രോക്ക് എയർ ബാഗ് ഇല്ല. അതിനുശേഷം നമ്മൾ വന്നത് വണ്ടിക്ക് സിംഗിൾ എയർ ബാഗ് ആണ്, ഡ്രൈവറിന് മാത്രമായിരുന്നു. പിന്നെ ഇപ്പൊ കോ പാസഞ്ചറിനോട് ഉള്ള ഡ്യുവൽ എയർ ബാഗ്. ഇപ്പൊ വരുന്ന മോഡലിലൊക്കെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് 6 എയർ ബാഗ് ആയി. ഓക്കെ, ബാക്കി ഇതൊക്കെയാണ് വാഹനത്തിന്റെ യൂസർ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ വാഹനങ്ങളുടെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും തന്നെ വീടിന്റെ കാര്യങ്ങൾ അറിയാൻ ഒത്തിരി വീഡിയോസ് കാണുന്നവരായിരിക്കും. അപ്പോൾ അത്ര ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. ഞാൻ എന്തായാലും ആ ചെയ്തിരിക്കുന്ന വീടിന്റെ കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടാം. അപ്പോൾ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ, അതുപോലെ ഏത് കമ്പനിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അതുകൂടെ ഒന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് ബിൽഡ് നെക്സ്റ്റ് എന്നാണ്. ഇപ്പം ഓൾ ഇന്ത്യ ബേസ് നമ്മൾ ഉണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ആപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങള് ആപ്പ് ഓറിയന്റഡ് ആണ്. അതായത് ബിൽഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു IT എനേബിൾഡ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിത്ത് നമ്മുടെ ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ഡേറ്റ. അന്ന് ആ ഒരു അതിലാണ് നമ്മൾ പോകുന്നത്. മീൻസ് ഇപ്പം വിദേശത്തുള്ള ഒരാൾക്കും നമുക്ക് ഈ ആപ്പ് ത്രൂ ഡെയിലി വർക്ക് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിപ്പോ വർക്ക് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വീഡിയോ എങ്ങനെ കാണാനോ അങ്ങനെ പ്രോഗ്രസ്സുകൾ അങ്ങനെ ഉണ്ട്. നമുക്ക് ക്യാമറ ഫെസിലിറ്റീസ് ഉണ്ട്. ക്യാമറ സൈറ്റ് ഓൺ ക്യാമറ NRIs ആണ്, പുറത്തുള്ളവരാണ്, അവർക്ക് പ്രോഗ്രസ് നേരിട്ട് പറഞ്ഞാൽ ഞാനും ഈ ഫീൽഡിൽ തന്നെയുള്ള ആളാണല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പലരും പഴയ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര സ്റ്റേജ് ആയി, ഇപ്പൊ NRIs ആയിരിക്കും, അവരോട് ചിലപ്പോൾ ഈ സ്റ്റേജ് ആയി എന്നൊക്കെ പറഞ്ഞ് പൈസ മേടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഈ പുറത്തിരിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലാത്ത ഒരു സ്റ്റേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലതും ഫേസ് ചെയ്തിട്ടുള്ള, നമ്മൾ ഈ ഫീൽഡിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരു മോണിറ്ററിംഗ് നിങ്ങൾ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഈ ഡേറ്റാസ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ മോണിറ്ററിംഗ് ആപ്പില്, നമ്മുടെ ആപ്പില് ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. മീൻസ് വെച്ചാൽ ഇപ്പൊ സൈറ്റിൽ എന്ത് നടക്കുന്നു, എത്ര പണിക്കാരുണ്ട്, എന്താണ് അവിടുത്തെ വർക്ക് എന്ന് ക്ലയന്റിന് എവിടെ നിന്നാലും ഈ ആപ്പ് മോണിറ്റർ ചെയ്യുന്ന ക്ലയന്റിന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ വാഹനത്തിന്റെ റിവ്യൂ നിർത്തിയിട്ട് മണവാട്ടിനെ വിളിച്ച് റിസപ്ഷൻ കൊണ്ടുപോകാൻ വന്നിരിക്കട്ടോ. ഇതാണ് മണവാളന്റെ വീട് കേട്ടോ. മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഫുൾ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ലാറ്ററേറ്റിന്റെ. അപ്പൊ ഇതാണ് മണവാളനും മണവാട്ടിയും കേട്ടോ. നമ്മുടെ സൈറ്റിൽ എറണാകുളത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് സൈറ്റിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത പയ്യനാണ്. പയ്യനൊക്കെ വളർന്നിപ്പോ വലുതായി, വിവാഹം വരെ കഴിച്ചിരിക്കണു. എന്താ കഥ ഇല്ലേ? അതെന്തായാലും നമുക്ക് പയ്യനെ മണവാട്ടിനെയും കൊണ്ട് റിസപ്ഷന് വിട്ടിട്ട് വരാം. ബാക്കി അതിനുശേഷം വേണ്ട നമുക്ക് റിവ്യൂയിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ എത്തിക്കാം.
അപ്പൊ ഇവരെ അങ്ങോട്ട് എത്തിച്ചിട്ട് നമുക്ക് ബാക്കി വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം. എന്തായാലും മഴ പെയ്തോണ്ടിരിക്കും കേട്ടോ. മഴയത്ത് നിന്നിട്ടുള്ള പരിപാടികൾക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് റിസപ്ഷന് വേണ്ടിയിട്ട് ഹാൾ ചെയ്തിരിക്കുന്നത്. ഹാൾ ഓഡിറ്റോറിയം തൊട്ടടുത്തൊന്നുമില്ല. അപ്പൊ അവിടെ എന്തായാലും പന്തലൊക്കെ ചെയ്തൊരു മനോഹരമായ ഹാൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇവരെ അവിടെ എത്തിക്കുക. അതിനുശേഷം നമുക്ക് വാഹനത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് എടുക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ട് ബാക്കി വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കട്ടെ. വീട് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, വീടിന്റെ ഇന്റീരിയറും ബെഡ്റൂമും പുതിയ രീതിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷം കാണിക്കും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിആറിൽ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നു. അതൊരു ബ്ലാക്ക് പോർഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ക്രോം ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബമ്പറിന്റെ ഒരു പ്ലേറ്റ് വരുന്നത്, അതിന് ഫോഗ് ലാംപ്സ് വരുന്നു. നമ്പർ പ്ലേറ്റ് 25 ശേഷമാണ് പുനലൂർ ഗ്രില്ല് വരുന്നത്, ഹെക്സാൻ ടൈപ്പുള്ള ആ ഒരു ഗ്രില്ല്. അതുപോലെ തന്നെ ആ ഒരു ക്രോം ഫിനിഷ് വന്നിട്ട് ഒരു പാനലിൽ ഹോണ്ടയുടെ ആ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ബോണറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ക്യാരക്ടർ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്, മനോഹരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് കാണാൻ പറ്റും. അലോയ് വീൽസ് ഡയമണ്ട് കട്ട് വരുന്നത് ഇസഡ് വേരിയന്റിലാണെന്നാണ് പറയുന്നത്. ഇത് 175/65 R50 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാഹനത്തിലും നമ്മൾ ബലനോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെയിൽ ലാമ്പിൽ നിന്ന് കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു ഷോൾഡർ ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ലൈൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ സിൽ ലെവലിലൊരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിന്റെ മുകളിലും ആ ഒരു ഗാർണിഷ് വന്നിരിക്കുന്നത് ഒരു ആക്സസറീസ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആക്സസറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും കൈ തട്ടുമ്പോഴത്തേക്കും പെയിന്റ് പോകുന്ന പരിപാടിയാണ്. നമ്മൾ ഈ ഹാൻഡ് തുറക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാ വാഹനത്തിലും ഇവിടെ പൂച്ച മാന്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പെയിന്റ് പോയിരിക്കും. അതെന്തായാലും ഒഴിവാക്കാൻ ഈ ഒരു ആക്സസറി കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോർ പ്രൊട്ടക്ഷൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. റയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ബൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാക്കിലേക്ക് നമുക്ക് ബമ്പറും ആ ഒരു പഴയ ഡിസൈൻ തന്നെ വരുന്നത്. നമുക്ക് ബമ്പറിൻ്റെ ടൈൽ ലാമ്പുകൾ നമ്മൾ ഇപ്പോൾ വരുന്നത് നമുക്ക് കണക്ട് ടൈൽ ലാമ്പ് എന്ന് പറയാം. അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ക്രോമിൻ്റെ ഒരു പീസായിരുന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിക്കിയുടെ ബൂട്ടിൻ്റെ താഴത്ത് ഒരു ക്രോമിൻ്റെ ഒരു പീസ് വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ കാലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഹെക്സോൺ ഷേപ്പിലുള്ള ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഇവിടെ ഒരു റെഡ് ട്യൂബ് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വരുന്നത് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക്. റൂഫ് നമുക്ക് വൈറ്റ് കളർ ബോഡി കളർ തന്നെയാണ് റൂഫ് വരുന്നത്. നമുക്ക് ഡ്യുവൽ ടോൺ ഒന്നും അല്ല വരുന്നത്, ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോട്ടെ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ മണവാളന്റെ വീട്. മണവാളിന്റെ വീട് കഞ്ഞിപ്പാടത്ത് തന്നെ കനാലിന്റെ അല്ലെങ്കിൽ കായലിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് റിനോവേറ്റ് ചെയ്ത വീടാണ്. എന്തായാലും ഈ ഫ്രണ്ടിൽ കാണുന്ന പോർഷൻ പുതിയ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ബാക്കിയുള്ളതിനേക്കാളും എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന കിച്ചണും ഹാളും സിറ്റ് ഔട്ടും അങ്ങനെയുള്ള മുകളിലത്തെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ഇതെല്ലാം പുതിയതായിട്ട് ചെയ്തതാണ്. ബാക്കിൽ പോർഷൻ എന്തായാലും റിനോവേറ്റ് ചെയ്ത വീടാണ് ഇത്. നമുക്ക് പഴയ വീടിന്റെ ഫോട്ടോ ആണ്, ഇതായിരുന്നു കേട്ടോ പഴയ വീട്. അപ്പൊ ഈ പഴയ വീടിനെ പുതിയതായിട്ട് വേണ്ട രീതിയിലേക്ക് തല്ലിപ്പൊളിച്ച് പുതിയ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ട് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന വീടാണ്. നമ്മൾ കണ്ട അരുണാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ച് ഈ വർക്കുകളൊക്കെ ചെയ്യിച്ച ആള് കേട്ടോ. അപ്പൊ അരുണിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിന്റെ വർക്കുകളോ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും മെയിൻ ആയിട്ട് ആൾക്കാർ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വീട്, ഒരു വാഹനം. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ ഒരു പഴയ ആകാശവാണിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, വയലും വീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വാഹനവും വീടും എന്നുള്ള രീതിയിൽ ഒരു 2-in-1 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇത്തരം എപ്പിസോഡുകൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് തരണം കേട്ടോ. എല്ലാവരും തന്നെ വീട് പണിയും വാഹനമാണ് മെയിൻ ആയിട്ട് എല്ലാവരും തന്നെ ഉള്ള ഒരു ആഗ്രഹമാണല്ലോ, ഒരു വാഹനം വേണം, നല്ലൊരു വീട് വേണം. അപ്പോൾ വീടിന്റെ വിശേഷങ്ങളും വാഹനത്തിന്റെ വിശേഷങ്ങളും ഉൾപ്പെടുത്തി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമ്മൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ നോക്കാം. വാഹനം മാത്രമല്ല വീടിന്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ടൊരു ചാനൽ ചെയ്യാൻ എന്തായാലും നമുക്ക് താല്പര്യമില്ല. അപ്പൊ വീടിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ 2-in-1 വയലും വീടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റേഡിയോയിലെ പ്രോഗ്രാം, അതുപോലെ ഒരു വാഹനവും വീടും എന്നുള്ള രീതിയിലുള്ള എപ്പിസോഡുകൾ ഉൾപ്പെടുത്താൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ബാംഗ്ലൂരിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോസ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നമ്മുടെ ബിൽനെക്സിലെ അരുണിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വർക്കുകൾ വരുമ്പോൾ അത്തരം വീടുകളിലെ കാര്യങ്ങളും കൂടുതൽ ഉൾപ്പെടുത്താൻ ഞാൻ ഇനിയിപ്പോൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അത്തരം ഒരു താല്പര്യമുണ്ട്, അത്തരം വീഡിയോസിലേക്ക് നിങ്ങൾക്ക് കാണുന്നവർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത്തരം വീഡിയോകൾ ഉൾപ്പെടുത്തണം താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ഇതാണ് റിനോവേറ്റ് ചെയ്തിരിക്കുന്ന വീട് കേട്ടോ. ഈ കാണുന്ന പോർഷൻ അതായത് ഹാളും മറ്റ് സ്റ്റെയർ കേസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയതായിട്ട് ചെയ്ത വീട് ആണ് കേട്ടോ. ബാക്കിലേക്കായിരുന്നു പഴയ വീടിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. ആ പഴയ വീടിന് പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്ന വർക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TV സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു അലുമിനിയത്തിന്റെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ സ്റ്റീലിന്റെ സ്റ്റെയർ കേസിൽ വെട്രിഫൈഡ് ടൈൽ, അതായത് ഗ്ലോസി അല്ല മാറ്റ് ഫിനിഷ് വരുന്ന വെട്രിഫൈഡ് ടൈലാണ് സ്റ്റെയർ കേസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് കേട്ടോ. കിച്ചന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ആ കിച്ചന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ആ ടൈപ്പ് ഒരു കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാണുന്ന ഈ പോർഷൻ എല്ലാം തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്താണ്. ഇതാണ് സ്റ്റെയർ റൂം വരുന്നത്. മനോഹരമായ ലൈറ്റ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പർഗോള ഡിസൈനിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വിടാതെ
അത് ക്ലോസ് ചെയ്തിരിക്കുന്ന അലുമിനിയത്തിന്റെ ഫ്രെയിം ചെയ്തിട്ട് അത് ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ഷട്ടർ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. സാധാരണ എന്താ വെച്ചാൽ പർഗോളയൊക്കെ ക്ലോസ് ചെയ്തിടുമ്പോഴത്തേക്ക് അത് അതിന്റെ മറ്റേ സൈഡ് ക്ലീൻ ചെയ്യാൻ, അതിന്റെ സൈഡുകൾ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു ലാഡർ വെച്ച് കയറിയാൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മണവാളിന്റെ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. മനോഹരം. എനിക്ക് കണ്ടത്, ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂം ആണ്. ഇവര് ഈ ആലപ്പുഴ സൈഡ് ആയത് കാരണം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഹോം സ്റ്റേ അങ്ങനെ ഒരു കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്ന വലിയ വിൻഡോസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് ബാത്റൂം ഒന്ന് കയറി നോക്കാം. ഞാൻ എൻ്റെ ഒരു ദിവസത്തിലെ കൂടുതൽ സമയം, പലരും അങ്ങനെ ആയിരിക്കുമല്ലോ, കൂടുതൽ സമയം ചിന്തിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്തിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബാത്റൂം ആയിരിക്കും. അപ്പൊ ഞാൻ ബാത്റൂം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ തന്നെ. അപ്പൊ ഇതെന്തായാലും മനോഹരമായ ബാത്റൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ റൂഫിൽ നിന്ന് മൗണ്ട് ചെയ്തിരിക്കുന്ന ഷവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ റൂഫ് ഹൈറ്റ് വരെ ടൈൽസ്, വോൾ ടൈൽസ് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേയും ഒരു ബീച്ച് കളറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന വാൾ ടൈലും ഫ്ലോർ ടൈലും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് വാഷ് ബേസിൻ. അതുപോലെ തന്നെ ഒരു മിറർ, അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. മനോഹരമായ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ FRP ഡോറുകളാണ്. മെയിൻ ഡോർ ആണെങ്കിലും വുഡല്ല ചെയ്തിരിക്കുന്നത്, ഇത് ഫൈബർ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രീനിൽ വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ, ഗ്രീനും അതുപോലെ തന്നെ ഒരു ക്രീമിന്റെ ഒരു കളറിലും വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനിൽ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കർട്ടൻ എന്ന് പറഞ്ഞാൽ റൂഫ് ഹൈറ്റിലുള്ള കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന കർട്ടൻ കൊടുത്തിരിക്കുന്നു. ഫുൾ സൈസിൽ വരുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. UPVC വിൻഡോ വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരം വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കായലിന്റെ വ്യൂ ആസ്വദിച്ചിരിക്കാൻ പാകത്തിന് തന്നെ ഒരു സിറ്റ് ഔട്ട് ഫുൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറ്ററൈറ്റിന്റെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലാറ്ററൈറ്റിന്റെ ക്ലാഡിങ്ങിന്റെ നമ്മുടെ വെട്ടുകലിന്റെ ആ ഒരു ഇതല്ല വന്നിരിക്കുന്നത്, ഇത് വെറുതെ വാൾ ക്ലാഡിംഗ് ടൈലുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ മനോഹരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്, പോളിഷ് ചെയ്ത് വിട്ടിരുന്നുണ്ട്. നല്ല രീതിയിൽ ഫിനിഷിംഗ് കാണുന്നുണ്ട്. ഫ്രണ്ടിൽ മുഴുവൻ നീളത്തിൽ കൊടുത്തിരിക്കുന്ന ഈ സിറ്റ് ഔട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ടിലെ വ്യൂ, റോഡും അതുപോലെ തന്നെ കായലിന്റെ വ്യൂ, ഹൗസ് ബോട്ടുകളൊക്കെ അതിൽ എപ്പോഴും പാസ് ചെയ്യുന്ന കേട്ടോ. മനോഹരമായ വ്യൂ തന്നെയാണ് അതുകൊണ്ട് വന്നിരിക്കുന്നത്. ആ UPVC വിൻഡോ വന്നിരിക്കുന്നതിന്റെ ഫുൾ സൈസ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ബെഡ്റൂമിന്റെ ഉള്ളതിനേക്കാളും വലിയൊരു സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നതാണെങ്കിലും അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മറ്റ് പ്ലൈവുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേടാവാനുള്ള സാധ്യത കൂടുതലുള്ളതാണ്. ഈർപ്പം, ഡാംനെസ് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കേടാവാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒത്തിരി സൊല്യൂഷൻസ് വരുന്നുണ്ട് വാർഡ്രോബ്സ് ചെയ്യാനാണെങ്കിലും, വുഡ് ആണെങ്കിലും, അല്ലെങ്കിൽ മറൈൻ പ്ലൈ ആണെങ്കിലും, അതുപോലെ തന്നെ മൾട്ടിവുഡ് ആണെങ്കിലും, PVCയുടെ ഒരു കോമ്പോസിറ്റ് വരുന്നുണ്ട്, WPC, അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് വരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഈ അലുമിനിയം പോലുള്ള മെറ്റീരിയലൊക്കെ ആയിരിക്കും. ഇതാണെങ്കിലും ഡാമേജ് ഒരിക്കലും വരത്തില്ല, ഫയർ പ്രൂഫ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഹീറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് സാധാരണ വുഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഡാംനെസ് അല്ലെങ്കിൽ തണുപ്പ് നിൽക്കുമ്പോഴത്തേക്ക് തുണിയൊക്കെ കേടാവാൻ, തുണിക്ക് ഒരു പൂപ്പല് സ്മെല്ലൊക്കെ വരാൻ സാധ്യത. അപ്പൊ അലുമിനിയം പോലുള്ള സാധനങ്ങളാണെങ്കിൽ ഉള്ളിൽ ചൂട് ചെറിയ ചെറിയ രീതിയിലൊരു ഹീറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് അതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ആ ബെഡിന്റെ ഒരു ഹെഡ് വരുന്ന സൈഡിൽ ആ വോൾ പ്രൊജക്ട് ചെയ്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് അതിൽ വൈറ്റിന്റെ ഒരു കുറച്ച് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര എടുപ്പുള്ള ഒരു ബെഡ്റൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഒരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പഴയ ചെയർ ഇരുന്ന് തന്നെ സെറ്റ് ചെയ്ത് അത് പോളിഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, ഭയങ്കര ലുക്കായി കേട്ടോ. അത് തന്നെ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്വിച്ച് ബോർഡുകളും പോയിന്റുകളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. അപ്പൊ എന്തായാലും പതിവ് തെറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, ചാനൽ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീടിന്റെയും വാഹനത്തിന്റെയും ഒന്നിച്ചുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് താല്പര്യം അതുകൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സ്റ്റെയർ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലൊന്നും കൂടുതൽ വർക്കൊന്നും ചെയ്യാതെ വെറുതെ ഒരു വുഡിന്റെ ഒരു ഷെയ്ഡ് പെയിന്റ് മാത്രം ചെയ്തിട്ട് നമുക്ക് എന്തായാലും ടൈലുകൾ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലിന്റെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട്. അതിനുശേഷം എന്താ രാത്രിയിലത്തെ പരിപാടികൾ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞുള്ള രാത്രിയിൽ മണവാളന്റെ ഫ്രണ്ട്സിന്റെ വക പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണവാളിന് എന്തായാലും കുറെ ഗ്യാങ് ഫ്രണ്ട്സ് ഉണ്ട്. പുള്ളി പോയി ഓരോരുത്തർ ചെയ്ത് ഉച്ചേന്റെ ബാക്കി പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സൗദിയിൽ നിന്ന് വന്ന കൊട്ടേഷൻ എന്നാണ് ഇവന്റെ കൂട്ടുകാർ പറഞ്ഞത്. ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടെ പോയി സൗദിയിൽ ഇപ്പോൾ ഉള്ളവന്റെ വീട്ടില് ഫസ്റ്റ് നൈറ്റിൽ പോയിട്ട് ബെഡ്റൂമിൽ പടക്കം പൊട്ടിച്ചു എന്നുള്ളൊരു കിംവദന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായിട്ടുള്ള റിവഞ്ച് ആയിട്ട് സൗദിയിൽ നിന്ന് വന്ന കൊട്ടേഷനാണ് ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് എന്റെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രസമായിരുന്നു കേട്ടോ. കുറെയൊക്കെ നമുക്ക് ഇത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലരൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. 21 പറഞ്ഞ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണല്ലോ. കൂടുതൽ അലമ്പൊന്നും ഇല്ലാതെ പരിപാടികൾ അവനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളൊരു മൂടോടുകൂടി ഇവന്മാരെ ഒപ്പിച്ച ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കല്യാണം അടിച്ചുപൊളിച്ച് നടന്നു. ഇത്തരം കുറെ പരിപാടികളും കുറച്ച് പ്രായമായ ആളുകൾക്ക് ഇതൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നുണ്ട്. ഭയങ്കര ബഹളവും അവിടെ അവരുടെ ബെഡ്റൂമിൽ കയറി പൗഡർ എറിയലും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് ഇവന്മാർ ഒരു 5-8 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സൗദിയിൽ നിന്ന് വന്ന കൊട്ടേഷൻ ഞങ്ങൾ എന്തായാലും ആസ്വദിച്ചു കേട്ടോ. നമ്മുടെ ഒന്നും കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേര് എൻജോയ് ചെയ്താണ് എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൂടാൻ ഒത്തിരി പേരും ചില പ്രായമായവർ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും ചിലരൊക്കെ ഇതിൽ നിന്നൊന്ന് മാറി നിന്നൊരു വിമുഖത കാണിച്ച് മാറി എന്ന് ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് കുറെ പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് എന്തായാലും പുതിയതായിട്ട് പണിത വീട് കേട്ടോ.